കാസർഗോഡ് പിഞ്ചുകുട്ടിയുടെ കയ്യിൽ മലവിസർജനം പൊതിഞ്ഞുകൊടുത്തതായി പരാതി. വേസ്റ്റ് എളേരി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെടുന്ന നാട്ടക്കൽ പ്രദേശത്തെ അംഗനവാടിയിലാണ് സംഭവം. നടപടി ആവശ്യപ്പെട്ട് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. വെസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഉൾപ്പെടുന്ന നാട്ടക്കലിലാണ് സംഭവം. പ്രദേശത്തെ അംഗൻവാടിയിൽ പഠിക്കുന്ന 4 വയസ്സുള്ള കുട്ടി അടിവസ്ത്രത്തിൽ മലവിസർജനം നടത്തിയത് കഴുകി വൃത്തിയാക്കി അയക്കേണ്ടതിന് പകരം പേപ്പറിൽ പൊതിഞ്ഞ് കവറിലാക്കി വീട്ടിലേക്ക് കൊടുത്തുവിട്ടതായാണ് പരാതി. ഈ മാസം 11-നാണ് സംഭവം. നാട്ടക്കൽ സ്വദേശി ബാലന്റെ 4 വയസ്സുള്ള മകളുടെ കയ്യിലാണ് വർക്കറും ഹെൽപ്പറും ചേർന്ന് മലവിസർജനം പൊതിഞ്ഞ് കൊടുത്തതെന്നാണ് ആരോപണം. കുട്ടീനെ 10 മണിക്ക് ഞാൻ അംഗൻവാടി കൊണ്ടുവിട്ടത്. അതിന് 3:15 ഞാൻ പണി ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞി ഒരു എന്താ പറഞ്ഞാൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് പത്രത്തിൽ പൊതിഞ്ഞിട്ട് വീട്ടിലേക്ക് ഷഡ്ഡി, അതായത് മലപൂത്ത ഷഡ്ഡി നേരെ എൻ്റെ 4 വയസ്സ് കുഞ്ഞ് വീട്ടിലേക്ക് കൊടുത്തു വിട്ടത്. ഇന്ന് ഞാൻ അപ്പം മെമ്പറെ വിളിച്ചു, മെമ്പർ വാർഡ് മെമ്പറെ വിളിച്ച് അവർ കൊണ്ടു എന്നിട്ട് അവർ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തത്. എല്ലാം നേരെ എല്ലാ സംഭവം. അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവം ഇനി മേലെ ഒരു കുട്ടിക്ക് വരാൻ പാടില്ല. സംഭവത്തിൽ കുട്ടിയുടെ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും SMS ഡിവൈഎസ്പിക്കും പരാതി നൽകി. ഇതിനിടയിൽ അംഗൻവാടി വർക്കർ കുട്ടിയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. കുട്ടികൾ ആദ്യം അക്ഷരവും ആദ്യ പെരുമാറ്റവും എല്ലാം പഠിക്കേണ്ട ഒരു അംഗൻവാടിയിൽ നിന്ന്, അല്ലെങ്കിൽ അവർ മാതൃകയാക്കേണ്ട ടീച്ചറിൽ നിന്ന് ഇങ്ങനൊരു അവഹേളനവും ഇങ്ങനൊരു പെരുമാറ്റവും സംഭവിച്ചില്ല. കുട്ടിക്കും ആ കുട്ടിയുടെ കുടുംബത്തിനും മാനസികമായി ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കാലത്തായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ മാറി ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ എത്തിയപ്പോഴും ഇന്നും ഈ ഒരു ജാതി വിവേചനം ഈ കേരളം എന്ന ഈ പ്രബുദ്ധമായ കേരളത്തിൽ നടക്കുന്നത് വളരെയേറെ വിഷമമുള്ള ഒരു കാര്യമാണ്. കുട്ടിയുടെ പിതാവിൽ നിന്ന് പരാതിയില്ലെന്ന വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതായും ആക്ഷേപമുണ്ട്. CITO യൂണിയൻ അംഗൻവാടി ജീവനക്കാരെ സംരക്ഷിക്കുന്നതായും കുടുംബം ആരോപിച്ചു. ന്യൂസ് 18 കാസർഗോഡ്.